ആണെന്നും അദ്ദേഹം ചെന്നൈ അപ്പോളോയിലാണെന്നും ഇപ്പോൾ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്ന കുറിപ്പ്. ഈ തലക്കണ്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയത് ഒരിക്കലും ശരിയാവരുത്, നുണയാവണേ, ഒരു കള്ളത്തരണം ആവണേ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ആ ഒരു വീഡിയോ കാണുന്നത്. മറുനാട് മലയാളിയിൽ വന്ന വീഡിയോ ആണ്. മമ്മൂട്ടി ക്യാൻസറാണ്, ചെറു ക്യാൻസർ ബാധിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. ഇനി തുടർ ചികിത്സയ്ക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോകുന്നു എന്ന രീതിയിലുള്ള ഒരു കാര്യം. കുറച്ചുകൂടി മമ്മൂട്ടിയുടെ അപേക്ഷ വരുന്നില്ല. മഹേഷ് നാരായണ സിനിമയിലുള്ള ആ ഒരു ഷെഡ്യൂളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നു. കൂടാതെ ദുൽഖർമാൻ പോലും സിനിമയിൽ നിന്ന് വിട്ടുന്നു. ഒരു മാസത്തോളം സാജനിച്ചൊക്കെ കത്തിയ ഒരുപാട് കാര്യങ്ങൾ. അതിൽ മമ്മൂട്ടി എന്ന് പറയുന്ന നമ്മുടെ മഹാനടന് ക്യാൻസർ. മനുഷ്യന്മാരാണെന്ന് എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും അസുഖങ്ങൾ ബാധിക്കും. അതിൽ അതൊരു തക്കൂല. എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാൽ വരാനുള്ള വഴി എന്നതാണ്. Shooting postponed as Mammootty is not keeping well. He is diagnosed with a serious illness. Dulquer also has taken a break from the schedule of Time Game, praying for a fast recovery of Mammootty. ിന് ക്യാൻസർ ആണെന്നും അദ്ദേഹം ചെന്നൈയിൽ അപ്പോളോയിലാണെന്നും ഇപ്പോൾ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്നു എന്നാണ് വരുണിന്റെ കുറിപ്പ്. ഈ തലക്കെട്ട് കണ്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇതൊരിക്കലും ശരിയാവരുതേ, നുണയാവണേ. ആ ഒരു വീഡിയോ രണ്ടിൽ ഞാൻ കണ്ടതാണ്. ഞാൻ ആ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണങ്ങൾ അത് സാജൻ സക്രിയയുടെ വീഡിയോ കൊണ്ട് മാത്രമല്ല ഉള്ളത്. ഒരുപാട് ആളുകൾ അത് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു കാരണം കൊണ്ട് എന്റെ വീഡിയോ കൂടുതൽ അതിലേക്ക് ഞാൻ അതിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് ഇത്തരം അസുഖങ്ങൾ വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക. മമ്മൂട്ടി കൂടുതൽ ക്യാൻസറാണ്, കൂടിയ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. യൂഷ്വലി സിനിമയിലുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള മരണ വാർത്തകൾ എല്ലാം കണ്ട് ഞാൻ ആദ്യം ആൾക്കാരുണ്ട്. എന്നാൽ എനിക്ക് വളരെ വിശ്വസനീയമായ കേരളത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള രോഗത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നുണ്ട്. അദ്ദേഹം അത് വിശ്വസിക്കാൻ കഴിയുന്ന ആളുകളുടെ ഉള്ളിൽ നിന്നും അദ്ദേഹം മനസ്സിലുള്ള വീഡിയോ നമുക്ക് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ചെറിയ ക്യാൻസർ, ഒരു ചെറിയ ഒരു എന്ന് മനസ്സിലാക്കി. എല്ലാം മരിച്ച വീഡിയോ ഇദ്ദേഹം അന്വേഷിച്ചു കണ്ടെത്തി വീഡിയോ ചെയ്തു. സാജൻ അന്വേഷിച്ചു കണ്ടെത്തി വീഡിയോ ചെയ്തത് കിട്ടിന്റെ അല്ല എന്ന് പറയുന്നു. മമ്മൂട്ടിക്ക് അസുഖം വരുന്നത് എന്ന്, ഈ അസുഖം തന്നെ നമുക്ക് ഒരു അസുഖം വരുന്നത് ദായസോട് കൂടി എന്ന് നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന് ആത്മമായി പ്രാർത്ഥിക്കുന്നവരാണ്. മമ്മൂട്ടിയോടുള്ള സ്നേഹം ആ ഒരു വീഡിയോന്റെ അടിയിലെ കമന്റിൽ ഞാൻ കണ്ടതാണ്. ഞാൻ ആ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണങ്ങൾ അത് സാജൻ സക്രിയയുടെ വീഡിയോ കൊണ്ട് മാത്രമല്ല എന്നുള്ളത്. ഒരുപാട് ആളുകൾ അത് ഓൾറെഡി ഏജന്റ് അദ്ദേഹം തോക്ക് കണ്ടിട്ടുണ്ട്. അത് ശരിക്കുള്ളൊരു എന്താ പറയാ നോർമൽ മറ്റേ ഷൂട്ടിംഗ് സാധനമല്ല, ഒറിജിനൽ തോക്കാണ്. അതിന് ലൈസൻസ് ഇല്ല. അതാണ് നമ്മുടെ തോക്ക്. നിലവിൽ ആവശ്യമുണ്ടോ? ബാലേരയിൽ തോക്കുണ്ടോ? ബാലേരയിൽ തോക്കുണ്ട്, 2 തോക്കുണ്ട്. ആക്ടർ ബാല അകത്ത് പോകാൻ അധിക സമയം വേണ്ടി വരില്ല. ദൃക്സാക്ഷികളായിട്ടുള്ള ആളുകളൊക്കെ ആൾ പറയുന്നത് സീക്രട്ട് ഏജന്റ് നമ്മുടെ സായി വരെ ഈ പറയുന്ന മനുഷ്യൻ കയ്യിലെ തോക്ക് കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അതൊന്നും കൂടാതെ ഇന്റർവ്യൂ വരുന്ന ഒരുപാട് ആങ്കേഴ്സ് ഈ തോക്ക് കണ്ടിട്ടുണ്ട്. അതൊന്നും കൂടാതെ സിനിമാ മേഖലയിലുള്ള പല ആളുകൾ തോക്ക് കണ്ടിട്ടുണ്ട്. നമ്മുടെ ചെകുത്താന്റെ നെഞ്ചത്തോട്ട് തോക്ക് കൊണ്ടിയ ആക്ടർ പലയക്ഷം കറിമല്ലോ, അതും ഒരു നുണയല്ല, സത്യമായിരുന്നു എന്ന് ഈ പറയുന്നു. ഇവരുടെ ദൃക്സാക്ഷികളാണ്. അതുകൂടാതെ നാട്ടും ദൃക്സാക്ഷിയായിട്ടുണ്ട്. അപ്പോ ആക്ടർ ബാലയുടെ ആ ഒരു നുണലൂടെ പൊളിഞ്ഞ് പാളീസാവാൻ പോവുകയാണ്. ദുട്ടുണ്ടെന്ന് കരുതി ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ള തെറ്റുധാരണ ഉണ്ട് എങ്കിൽ ഒന്നും മുന്നേ ബാച്ചേട്ടായി നിങ്ങളൊരു വലിയ വിഡ്ഢിത്തരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സീക്രട്ട് ഏജന്റ് അദ്ദേഹം തോക്ക് കണ്ടിട്ടുണ്ട്. അത് ശരിക്കുള്ളൊരു എന്താ പറയാ നോർമൽ മറ്റേ